നമസ്കാരം. 2019 ജനുവരി 2 പുലർച്ചെ ശബരിമലയുടെ ചരിത്രം മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. 2 യുവതികൾ സന്നിധാനത്ത് പ്രവേശിച്ചു. കേരളം കലാപ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങി. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ശബരിമല യുവതീ പ്രവേശത്തിൽ പ്രധാന വെളിപ്പെടുത്തലുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രംഗത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ആത്മകഥയിലാണ് വിവരങ്ങൾ. നാളെ ജില്ലാ കമ്മിറ്റി ചേർന്ന് പത്മകുമാറിനെ നടപടി സ്വീകരിക്കാനിരിക്കെയാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. ശബരിമല യുവതി പ്രവേശ സമയത്ത് താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. അതെല്ലാം അതതു ദിവസം തന്നെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ആത്മകഥയിലും പരാമർശിക്കുമെന്നാണ് പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇടതു സർക്കാർ യുവതി പ്രവേശനത്തിനു രഹസ്യ നീക്കം നടത്തിയ ദിവസം ADGP S ശ്രീജിത്തിനെയും തന്നെയും സന്ധ്യയോടെ ശബരിമലയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് യുവതികളെ മല കയറ്റിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീജിത്തിനെ DGPയും തന്നെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി വിളിച്ചിരുന്നു. പുലർച്ചെ 3 മണിയോടെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെ മുറിയിലെത്തി TV ഓണാക്കിയപ്പോഴാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതായി അറിയുന്നതെന്നും ഇതിനു പിന്നിൽ ചില കരങ്ങൾ പ്രവർത്തിച്ചതായും അതെല്ലാം പുസ്തകത്തിൽ പറയുമെന്നും പത്മകുമാർ വെളിപ്പെടുത്തുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതിയത് മറ്റാരോ ആണെന്നും അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ കൈപ്പട സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന് SITയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതേസമയം കടുത്ത അച്ചടക്ക നടപടി എടുക്കുന്നത് ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമാണ് ആത്മകഥ പ്രസിദ്ധീകരണമെന്നും വിലയിരുത്തപ്പെടുന്നു. പ്രതിപക്ഷ നേതാവുമായും അടുത്ത ബന്ധമുള്ളവർ പത്മകുമാറിനെതിരെ കടുത്ത നടപടി എടുക്കരുതെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതായും സൂചനയുണ്ട്. പലതും പുറത്തുവന്നാൽ ഉന്നതർ കുടുങ്ങും എന്നതിനാലാണിത്. ജില്ലാ കമ്മിറ്റി എന്ത് നടപടിയെടുത്താലും വിഷയത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേതായിരിക്കും. ജില്ലാ കമ്മിറ്റി എടുത്ത നടപടി തിരുത്താൻ സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുണ്ട്. നിലവിൽ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായതിനാലാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉന്നത ഇടപെടലുകൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ വെളിയിൽ വരുമെന്ന ഭയം നേതാക്കൾക്ക് ഉള്ളതിനാൽ തൽക്കാലം നടപടിയെടുത്തെന്ന് കാണിച്ച് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. പത്മകുമാറിന്റെ ആത്മകഥ പുറത്തുവന്നാൽ ശബരിമലയിലെ പല സംഭവങ്ങളും പുറത്തുവരും. ശബരിമലയിൽ മുമ്പ് പോലീസ് സംരക്ഷണത്തിൽ യുവതികൾ പ്രവേശിച്ച സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനെ സന്നിധാനത്ത് നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ വെളിപ്പെടുത്തലാണിത്. തന്റെ വീട്ടിലെ യുവതികൾ ആരും ശബരിമല ദർശനത്തിന് പോകില്ലെന്ന് പ്രക്ഷോഭ സമയത്ത് പത്മകുമാർ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ അകറ്റിയത്. ഇതേ ദിവസം ശബരിമലയിൽ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന അന്നത്തെ IG S ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിന്ന് മാറ്റി. പോലീസ് ആസ്ഥാനത്തേക്ക് അടിയന്തരമായി എത്താനാണ് ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടനം നടക്കുമ്പോഴായിരുന്നു സംഭവം. അന്ന് ഉച്ചയ്ക്ക് ശേഷം പത്മകുമാർ സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ പോകുമ്പോഴാണ് അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ ഭരണ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഒരു ഉന്നതൻ ഫോണിൽ ആവശ്യപ്പെട്ടത്. സന്നിധാനത്തേക്കുള്ള യാത്ര പകുതി ദൂരം പിന്നിട്ടപ്പോഴായിരുന്നു ആ ഫോൺ വിളി. തിരുവനന്തപുരത്ത് എത്തി പാർട്ടിയിലും ഭരണത്തിലും ഒരേപോലെ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട ഒരാളിനെ കാണണമെന്നായിരുന്നു നിർദ്ദേശം. യാത്ര അവസാനിപ്പിച്ച് പത്മകുമാർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. രാത്രി 1 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ഉന്നതന്റെ വീടിന് മുന്നിൽ ചെന്നെങ്കിലും ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. ഇപ്പോൾ പറ്റില്ലെന്നായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചയാളിനെ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹവും ഫോൺ എടുത്തില്ല. രാവിലെ 5:30 ഉന്നതൻ നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാമെന്ന് പോലീസ് അറിയിച്ചു. പത്മകുമാർ തിരുവനന്തപുരത്തുള്ള തന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് രാവിലെ 5 ഇദ്ദേഹത്തെ വീണ്ടും കാണാനായി ഇറങ്ങും മുമ്പ് TV വെച്ചു നോക്കുമ്പോഴാണ് സന്നിധാനത്ത് ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിവർ ദർശനം നടത്തിയെന്ന വാർത്ത കാണുന്നത്. ഉടൻ തന്നെ പത്മകുമാർ ഉന്നതനെ കണ്ടു. തന്നോട് ഈ ചതി വേണ്ടായിരുന്നുവെന്ന് പറഞ്ഞെന്നാണ് വിവരം. കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് മടങ്ങിയ അദ്ദേഹം നാട്ടിൽ വളരെ അടുപ്പമുള്ള ഒരാളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജിവെക്കാനുള്ള കത്തുമായാണ് അടുപ്പമുള്ള ആളെ കാണാൻ ചെന്നത്. പക്ഷെ രാജിവെക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഭരണ നേതൃത്വവുമായി അകൽച്ചയിലായ പത്മകുമാറിനെ പാർട്ടിയും ഘട്ടം ഘട്ടമായി ഒതുക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എ പത്മകുമാറിന്റെ ആരോപണങ്ങൾ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളാണ്. ആത്മകഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിലെ വിവരങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കപ്പെടുകയോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷവും ബന്ധപ്പെട്ട കക്ഷികളുടെ പ്രതികരണങ്ങളും ലഭിച്ച ശേഷവും മാത്രമേ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂ. അതുവരെ ഈ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിലും ശബരിമല ചർച്ചകളിലും പുതിയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നത് 100% ഉറപ്പാണ്. പത്മകുമാർ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആത്മകഥ പുറത്തു വന്നാൽ കേരള രാഷ്ട്രീയം വീണ്ടും കുലുങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായം
അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.